അതിരംപള്ളിയിലെ ആ മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്നതിനായി ഞങ്ങൾ ബസ്സിൽ കയറി അതിരംപള്ളിയിലെത്തി. അതിരംപള്ളിയിലേക്ക് പോകുന്ന റോട്ടിൽ തന്നെ നിന്നാൽ കാണാവുന്ന ദൂരക്കാഴ്ചയുണ്ട്. ആ വെള്ളം ഒഴുകി വീഴുന്നതിൻ്റെ മനോഹരമായ ദൃശ്യം അത് കാണുന്നതിനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ ദൂരക്കാഴ്ചയും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് അതിൻ്റെ മേളിൽ ഒരു കുരങ്ങനിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കുരങ്ങൻ മാത്രമല്ല, നിരവധിയായിട്ട് കുരങ്ങന്മാരെ ആ മരത്തിൻ്റെ മുകളിൽ കയറി കുഞ്ഞുങ്ങളും തള്ളയും എല്ലാമായിട്ട് ചാടിക്കളിക്കുകയാണ്. ഇവന്മാരുടെ നോട്ടം ആൾക്കാരുടെ കയ്യിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഭക്ഷണ പദാർത്ഥം ഉണ്ടെന്ന് അവന്മാർ കണ്ടാലേ നിലത്തിറങ്ങി വന്നത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കളയും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഈ വെള്ളച്ചാട്ടം അടുത്ത് കാണുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നു. അതിൻ്റെ എൻട്രൻസിലെത്തിയപ്പോഴേക്കും മഹാതിരക്ക അതിൻ്റെ മുമ്പിൽ കാണുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുക്കുവാൻ നിൽക്കുന്നവരുടെ ക്യൂവാണ്. ഒരാൾക്ക് 60 രൂപയാണ്. അതിരംപള്ളിയും വാഴച്ചാലും ഉൾപ്പെടെയാണ് റേറ്റ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചു. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെയുള്ള ആ പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളത്തിൻ്റെ മനോഹരമായ ഭംഗി ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങകലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും പാറക്കൂട്ടങ്ങളിടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ചാലക്കുടി പുഴയുമായി സംഗമിക്കുന്നു. അതിരംപള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നിബിഡമായ വനം ജൈവസമ്പത്തിൻ്റെ കലവറയാണ്. വന്യജീവികളുണ്ട്, പക്ഷികളുടെ വാസസ്ഥലവും കൂടിയാണ് ഇവിടം. ഈ ഒഴുകിയെത്തുന്ന വെള്ളം
മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നത് കാണുവാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് അടിയിലെ ദൃശ്യങ്ങൾ കാണാം. കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരംപള്ളി വെള്ളച്ചാട്ടം അതിമനോഹരമായ ദൃശ്യമാണ് ഇവിടെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ആ മുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ജലം അടിയിലെ പാറയിൽ തട്ടി അതിൻ്റെ ജലകണികകൾ ആ പരിസരത്താകെ മഴയുടെ ഒരു പ്രതിധ്വനിയാണ് ഉളവാക്കുന്നത്. അവിടെ മനോഹരമായി ഒരു മഴവില്ലും കൂടി രൂപപ്പെട്ടിരിക്കുന്നു. ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് റെയിൻകോട്ടും കുടയും തൊപ്പിയുമെല്ലാം ധരിച്ച് ഈ വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അതിരംപള്ളി വെള്ളച്ചാട്ടം മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ്. അതിരംപള്ളി വെള്ളച്ചാട്ടവും കണ്ട് ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. അടിയിൽ കരിങ്കല്ല് പാകിയും സൈഡിൽ കൈവരികൾ തീർത്തും അതിമനോഹരമാക്കിയിരിക്കുന്ന പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് കയറുമ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ സ്നേഹിതൻ രജീഷ് മേനോനാണ്.